ഇന്ന് നമുക്ക് ഒരു സെമി സിൽക്കിൽ ബ്രൊക്കേഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോൾഡോ സിൽവറോ ഒന്നും അല്ല ഇതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത്, ത്രെഡിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു സിൽവർ ഗ്രേ ഷെയ്ഡാണ് നമുക്ക് ബേസ് കളർ വന്നിരിക്കുന്നത്, എന്നിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു ത്രെഡ് വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നമുക്കിങ്ങനെ തിളക്കമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ഗോൾഡിൻ്റെയൊക്കെ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലൊരു സാരിയാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. കാരണം ത്രെഡ് വീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെയും ഈ സാരീസൊക്കെ ഉപയോഗിക്കാം. 1190 നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ സാരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ബേസ് കളർ സെയിം ആയിരിക്കും, ബോർഡർ കളർ മാത്രമായിരിക്കും വ്യത്യാസം. അപ്പം നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ സാരി തന്നെയാണ്. ഒരു സിൽവർ ഗ്രേ ടോണാണ് അതിൻ്റെ ബോഡി കളർ വന്നിരിക്കുന്നത്. അതിൻ്റെ ബോഡിയുടെ കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ. ഗ്രേ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഡാർക്ക് ഗ്രേ അല്ല, ഒരു ലൈറ്റായിട്ടുള്ള ഒരു സിൽവർ ഗ്രേ ഷെയ്ഡ്. അതിൻ്റെ ബോർഡർ കണ്ടോ, ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ബോർഡർ വന്നിരിക്കുന്നത്. ബോഡിയിൽ കണ്ടോ ഇതുപോലെയുള്ള ത്രെഡ് വീവ് ഡിസൈനാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 1 ആണ്. 1190 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി. മുന്താണിയിൽ നമുക്ക് ആ ഒരു ത്രെഡ് വീവ് ഡിസൈൻ തന്നെയാണ് മുന്താണിയിലും കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് 1190. എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം ആയിരിക്കും കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആ ബോർഡർ കളറിലുള്ള വ്യത്യാസമാണ്. അടുത്തത് നോക്കിയേ, അതേപോലെ തന്നെ സാരി നമ്പർ 2 ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ബോർഡർ കളർ വന്നിരിക്കുന്നത്. സിൽവർ ഗ്രേയിൽ പീകോക്ക് ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള സാരീസാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. അപ്പോൾ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 2 1190. അടുത്തത് വന്നിരിക്കുന്നത് സാരി നമ്പർ 3 വരുമ്പോൾ അതെ നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 3 വൈൻ പർപ്പിൾ ഷെയ്ഡ്. മുന്താണി ബ്ലൗസ് വരുമ്പോൾ വൈൻ പർപ്പിളിൽ തന്നെ വരുന്ന ബ്ലൗസ്. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. അടുത്തത് വരുന്ന സാരി നമ്പർ 4. സാരി നമ്പർ 4 നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്. ബാക്കിയെല്ലാം ബോഡിയിൽ ത്രെഡ് വീവ് ഡിസൈനും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സാരി നമ്പർ 4. സാരി നമ്പർ 5. അതെ സാരി നമ്പർ 5. ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ബ്ലാക്ക്. ഇതേപോലെയാണ് ബോഡിയിൽ ഡിസൈൻ വരുന്നത്. ബ്ലാക്ക് വന്നിട്ട് ബ്ലാക്കിലും സെൽഫ് കളർ ത്രെഡ് വീവ് ഡിസൈൻ ബ്ലാക്കിലും വന്നിട്ടുണ്ട്. മുന്താണിയിലും അതുപോലെ തന്നെ സെൽഫ് കളർ ത്രെഡ് വീവ് ഡിസൈനാണ്, അതേപോലെ തന്നെ ബ്ലൗസും. ഇതിനകത്തൊക്കെ പല കളറും ചിലപ്പോൾ നമുക്ക് ബോർഡർ കളർ ബ്ലൗസുകൾ കാണും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇതിന് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീനാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബ്ലൗസ് ഉള്ളവർക്ക് അത് തന്നെ പെയർ ചെയ്താലും മതി. അതെ അടുത്തത് വന്നിരിക്കുന്നത് ബോർഡർ കളർ വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡ്. സാരി നമ്പർ 6 ഗ്രേ. മുന്താണി ആൻഡ് ബ്ലൗസ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ മെറൂൺ. സാരി നമ്പർ 7 മെറൂൺ. ബ്ലൗസ് വരുമ്പോൾ മെറൂണിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പം നേവി ബ്ലൂ. സാരി നമ്പർ 8 നേവി ബ്ലൂ. സാരി നമ്പർ 8 നേവി ബ്ലൂ. സാരി നമ്പർ 9 വരുമ്പോൾ ലാവൻഡർ. സാരി നമ്പർ 9 ലാവൻഡർ. സാരി നമ്പർ 9 ലാവൻഡർ. സാരി നമ്പർ 10
സാരി നമ്പർ 10 നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് കേട്ടോ എല്ലാം. സാരി നമ്പർ 10 എഗെയിൻ നല്ലൊരു സഫയർ ബ്ലൂ കോമ്പിനേഷൻ. സാരി നമ്പർ 10 ഇതേ ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷൻ, സഫയർ ഗ്രീൻ സഫയർ ബ്ലൂ ബ്ലെൻഡ് ആയിട്ടുള്ള പോലെയുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 10. സാരി നമ്പർ 11. സാരി നമ്പർ 11 വരുമ്പോൾ നമുക്ക് അതെ ആദ്യത്തെ പാറ്റേണിൽ അല്പം കൂടെ ഡിഫറൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ആ ബേസ് കളർ ഒരു സിൽവർ ഗ്രേ എന്ന് പറയാം, അതേപോലെ ആ ഒരു ഷെയ്ഡ്. ബോഡിയിൽ ഇതേപോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇതിനകത്ത് ഒരു സിൽവർ ത്രെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബോർഡേഴ്സ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാട്ടോ. ബ്ലൗസ് വരുമ്പോൾ ഒരു പീച്ച് ടോൺ വന്നിട്ട് ഇതേപോലെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും ബ്ലൗസിൻ്റെ. ഇപ്പം ഇത്രയും ഇതാണ് അടുത്ത കോമ്പിനേഷൻ. നല്ലൊരു സിൽവർ ഗ്രേ ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷൻ. എക്സാക്ട്ലി നമുക്കിങ്ങനെ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഒരു ലൈറ്റർ ടോണിലേക്കാണ് അത് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം. 1190 ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.